ജിമെയിൽ തുറന്നു കഴിഞ്ഞാൽ വലതുഭാഗത്ത് ഗൂഗിൾ ആപ്സ് എന്നൊരു ഐക്കൺ കാണാം. ഈ ഗൂഗിൾ ആപ്സ് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് സങ്കേതങ്ങൾ അതിലുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു സങ്കേതമാണ്. നോക്കൂ, ഇതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സങ്കേതങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഗൂഗിൾ ഡ്രൈവ്. ഈ ഗൂഗിൾ ഡ്രൈവ് എന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഗൂഗിൾ തരുന്ന ഒരു സ്പേസ് ആണ്. നമ്മുടെ ഡാറ്റകൾ അല്ലെങ്കിൽ ഫോട്ടോകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ഫോണിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്, കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇപ്പോൾ ഫോണിൽ നമുക്ക് ഇൻറ്റേർണൽ മെമ്മറി ഉണ്ടാവും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാർഡുകൾ, മെമ്മറി ചിപ്പുകൾ നമ്മൾ അതിൽ വെച്ചിട്ട് അതിലും ശേഖരിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഹാർഡ് ഡിസ്കുകളിൽ നമ്മുടെ വിവരങ്ങൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതിലുപരി നമുക്ക് ഈ ഗൂഗിൾ ഡ്രൈവിലും കുറേ വിവരങ്ങൾ ശേഖരിച്ച് വെക്കാം. അതായത് നമുക്ക് ഈ ജിമെയിൽ വഴി നമ്മൾ ഒരു ഗൂഗിൾ അക്കൗണ്ട് എടുക്കുമ്പോൾ ഗൂഗിൾ തന്നെ നമുക്കൊരു സ്പേസ് തരികയാണ് ഗൂഗിൾ ഡ്രൈവിൽ. ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഏകദേശം ഒരു 2012 മുതലാണ് ഈ ഗൂഗിൾ ഡ്രൈവ് എന്നൊരു സങ്കേതം നമുക്ക് ഈ ജിമെയിൽ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഗൂഗിൾ തന്നത്. അപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവിൽ 15 GB ഡാറ്റ വരെ, ഇവിടെ സ്റ്റോറേജ് കണ്ടോ, ഈ 15 GB ഡാറ്റ വരെ നമുക്കിതിൽ സൂക്ഷിച്ച് വെക്കാം. ഇതൊക്കെ ഇതിൽ ഞാൻ സൂക്ഷിച്ച് വെച്ച ഫയലുകളാണ്. 15 GB ഡാറ്റ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ സംഭരിച്ച് വെക്കാം. അപ്പോൾ ഇതൊരു സാധാരണ അക്കൗണ്ടിലാണ്. ഇനി ചില സ്ഥാപനങ്ങൾ, ചില ബിസിനസ് സംരംഭങ്ങളെല്ലാം G-Suite അവരുടെ ഇമെയിൽ ID G-Suite അക്കൗണ്ട് വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ 15 GB അല്ല, കുറേ അധികം ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും എളുപ്പമാണ് നമ്മളെ ഗൂഗിൾ ഡ്രൈവിൽ സംഭരിച്ച് വെക്കുന്നത്. ഇവിടെ മൈ ഡ്രൈവ് ക്ലിക്ക് ചെയ്യുക. ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സാധാരണ പെൻ ഡ്രൈവിലും കമ്പ്യൂട്ടറിലും ചെയ്യുന്നത് പോലെ ഫോൾഡർ ഉണ്ടാക്കി വെക്കലാണ്. അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ഫോൾഡർ, ഒരു ഫോൾഡർ മുഴുവനായിട്ടും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ എവിടെയാണോ വീഡിയോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വീഡിയോ അല്ലെ ഏത് ഫയലായാലും, നമ്മൾ ഉദാഹരണത്തിനൊരു ഫോട്ടോ മാത്രം എടുക്കുക. ഇപ്പം തൽക്കാലം പെട്ടെന്ന് തീരാൻ വേണ്ടിയാണ് ഫോട്ടോ എടുക്കുന്നത്. വീഡിയോ ആയാലും ഫോട്ടോ ആയാലും അത് സെലക്ട് ചെയ്യുക, ഏത് ഫയലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ, അപ്ലോഡിങ് 1 ഐറ്റം, ഇത് കറങ്ങിയിട്ട് എന്ത് ചെയ്യും, അപ്ലോഡ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമുക്ക് എവിടെ വെച്ചും നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് തുറന്നിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ടോ നേരിട്ടോ ഉപയോഗിക്കാം. മൊബൈലിൽ നമ്മൾ മെയിൽ അക്കൗണ്ട് തുറന്നിട്ട് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഡ്രൈവിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, ഇതേ ചിഹ്നത്തിൽ തന്നെയാണ് ആ ആപ്പ് ഉള്ളത്. പ്ലേ സ്റ്റോർ തുറന്ന് ഈ ഗൂഗിൾ ഡ്രൈവിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഗൂഗിൾ ഡ്രൈവ് നമുക്ക് മൊബൈലിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ ഫോട്ടോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ റീസെൻ്റ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയത് ഇതാണ്. ഈ ഒരു ഫോട്ടോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലിങ്ക് കിട്ടും. ഇപ്പോൾ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി, ഫോട്ടോ തന്നെ അയച്ചു കൊടുക്കേണ്ട. ഗെറ്റ് ഷെയറബിൾ ലിങ്ക് ലഭിക്കും. ഈ ഷെയറബിൾ ആകുമ്പോൾ അത് എന്ത് ചെയ്യണം, റിസ്ട്രിക്റ്റഡ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എനിവൺ വിത്ത് ദ ലിങ്ക്. അപ്പോൾ അത് വ്യൂവർ ആണോ എഡിറ്റർ ആണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ കോപ്പി ലിങ്ക് അയക്കാം. കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവർക്ക് നമ്മുടെ നവമാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴി ഒക്കെ അയച്ചു കൊടുക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു
പ്രത്യേകത. അപ്പോൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് എന്ത് ചെയ്യണം, ആർക്കും ലിങ്ക് ഓപ്പൺ ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ആക്കണം. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് ഓപ്പൺ ആക്കി മാറ്റാൻ പറ്റൂ. നമ്മുടെ മെയിലിൽ നിന്ന് ഒരുപാട് വലിപ്പമുള്ള ഫയലുകളോ അല്ലെങ്കിൽ വീഡിയോകളോ നമ്മൾ ഒരാൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു വീഡിയോ MB ഉണ്ട്. അപ്പോൾ ഈ 108 MB ഉള്ള ഒരു വീഡിയോ നമ്മൾ മെയിൽ വഴി സെൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനൊരു ഇത് കാണും. അതായത് യുവർ ഫയൽ ഈസ് ലാർജർ ദാൻ 25 MB. അതായത് 25 MB വരെയുള്ള ഫയലുകൾ മാത്രമേ ജിമെയിൽ വഴി നമുക്ക് അയക്കാൻ പറ്റൂ. അപ്പോൾ ഇത് അവർ പറയുന്നത് ഇറ്റ് വിൽ ബി സെൻഡ് ആസ് എ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് അയക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ഉപകാരമാണത്. ഒന്നുകിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ നേരിട്ട് തന്നെ ഈ ലിങ്ക് അയച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻസേർട്ട് ഫയൽ യൂസിങ് ഡ്രൈവ്. നമ്മൾ ഡ്രൈവിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ എന്ത് ചെയ്യാം, നമുക്ക് നേരിട്ട് ഡ്രൈവ് ലിങ്ക് എടുത്തിട്ട് അയക്കാം. ഡ്രൈവിൽ ശേഖരിച്ച് വെക്കുമ്പോൾ ഇത്തരം, അതായത് 25 MBയിൽ കൂടുതലുള്ള ഫയലുകൾ അയക്കാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മൈ ഡ്രൈവിലേക്ക്, അതായത് നമ്മുടെ ഡ്രൈവിലേക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്ന രീതി. ഗൂഗിൾ ഫോം കൊടുക്കുന്നത് പോലെ ലിങ്ക് കൊടുത്താൽ മതി, മറ്റുള്ളവർക്ക് കാണാനും ഉപയോഗിക്കാനും സാധിക്കും.